നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിൽ ചർച്ച നടത്തി കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ മറുഭാഗത്ത് കരയുദ്ധത്തിനുള്ള ശ്രമമാണോ നടത്തുന്നത്? 50,000-ത്തിലധികം സൈനികരെ മേഖലയിലേക്ക് എത്തിക്കുന്നത് എന്തിനു വേണ്ടി? ചർച്ച നടത്താനാണോ വെടിക്കോപ്പുകളും സൈനിക സന്നാഹവും? ദ്രുത പ്രതികരണ സേനയെ അടക്കമിറക്കി യുദ്ധം അവസാനിക്കുന്നു എന്ന പ്രതീതി ഉണർത്തി ഇറാനെ പൂട്ടാനുള്ള ശ്രമം തന്നെയാണോ ട്രംപ് നടപ്പിലാക്കുന്നത്? ഇതിനിടയിൽ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ സ്വരച്ചേർച്ചകളും ഉണ്ടാകുന്നു. ശക്തമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെന്ന് പറയുന്നെങ്കിലും പൊട്ടലും ചീറ്റലുമായി പലയിടത്തും വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലായിരിക്കും അമേരിക്ക ഇറാൻ സമാധാന ചർച്ചാ ശ്രമമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. തൊട്ടു പിന്നാലെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക 2000 കരയിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന സൈനികരെ കൂടി അയക്കുന്നു. 82ാം എയർബോൺ ഡിവിഷനെ വിന്യസിപ്പിക്കാനാണ് പെന്റഗന്റെ ഉത്തരവ്. 2 ദിവസത്തിനകം ഇവർ പശ്ചിമേഷ്യയിൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. ഇതോടെ മേഖലയിൽ പുതുതായി എത്തിയ സൈനികരുടെ എണ്ണം 7000-ആയി ഉയർന്നു. യുദ്ധത്തിന് മുന്നോടിയായി വിവിധ താവളങ്ങളിൽ വിന്യസിപ്പിച്ച 50,000 അമേരിക്കൻ സൈനികരെ ഇതിനു മുന്നേ എത്തിച്ചിരുന്നു. അതോടൊപ്പം 7,000 സൈനികർ കൂടി, ആകെ മൊത്തം 57,000 സൈനികരെ പുതുതായി ഈ മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അമേരിക്ക കരയുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സൈനികരുടെ പുതിയ വിന്യാസവും. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും ആക്രമിക്കാൻ ഒട്ടും തന്നെ അയവില്ലാതെ മുന്നോട്ട് നീങ്ങാൻ, അത് കടുപ്പിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് അമേരിക്ക. നയതന്ത്ര ശ്രമങ്ങളുടെ മറവിൽ ആക്രമണത്തിനുള്ള സമയമെടുക്കുകയാണ് അമേരിക്ക എന്നാണ് ഇറാൻ വിമർശനം ഉന്നയിക്കുന്നത്. ആ വിമർശനത്തെ ഒക്കെ തന്നെ ശരിവെക്കുന്ന വിധത്തിൽ തന്നെയാണ് എയർബോൺ ഡിവിഷനിലെ 2000-ഓളം സൈനികരെ പുതുതായി കൂടി എത്തിക്കുന്നത്. ലോകത്തെവിടെയും 18 മണിക്കൂറിനുള്ളിൽ വിന്യസിക്കാൻ ശേഷിയുള്ള 3000 സൈനികരടങ്ങുന്നതാണ് ഈ ഡിവിഷൻ. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സിൽ നിന്നുള്ള സൈനികരെയാണ് പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കുന്നത്. ഡിവിഷൻ കമാൻഡർ മേജർ ജനറലായിട്ടുള്ള ബ്രാഡൺ ആണ് ഈ മേഖലയിൽ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതേ ബ്രിഗേഡിൽ നിന്നുള്ള കൂടുതൽ സൈനികരെ കൂടി വിന്യസിക്കുമെന്നാണ് പെന്റഗണുമായി ബന്ധപ്പെട്ട സൂചന ഇതിനോടകം ലഭ്യമാകുന്നത്. നിലവിൽ 4500 മറൈൻ സൈനികർ പശ്ചിമേഷ്യയിൽ പുറപ്പെട്ടു കഴിഞ്ഞു. പശ്ചിമേഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നായി ഏകദേശം 50,000 സൈനികർ പെന്റഗൺ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട ഈ സൈനിക നീക്കത്തിന് വേണ്ടി പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കവേ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് തന്നോട് സമ്മതിച്ചുവെന്നാണ് പ്രസിഡന്റ് ട്രംപിന്റെ വാദം. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഇക്കാര്യം പറയുകയും ചെയ്തു. കൂടാതെ ഇറാൻ അമേരിക്കയ്ക്ക് വലിയൊരു സമ്മാനം നൽകിയതായും കൂട്ടിച്ചേർത്തു. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക കടത്ത് പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. എന്താണ് സമ്മാനമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവർ ചെയ്തത് ശരിക്കും അത്ഭുതമായിരിക്കുന്നു. അവർ ഞങ്ങൾക്കൊരു വലിയ സമ്മാനം തന്നു, വലിയൊരു തുക വിലമതിക്കുന്ന വളരെ വലിയ സമ്മാനമായിരുന്നു അതെന്നും. അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ ആകട്ടെ ഇതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട്. യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഭീഷണിയായി മാറുന്ന ചില ഘടകങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇറാന്റെ കയ്യിലുള്ള റഷ്യൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനം എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാൻ നൽകിയ അന്ത്യശാസനത്തിന് പെട്ടെന്ന് തന്നെ 5 ദിവസത്തെ ഇടവേള ട്രംപ് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു? ഇതിനെ കൂടി മറികടക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും ഇതിന് പിന്നിലുള്ളതെന്നാണ് കരുതുന്നത്. അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ അടങ്ങിയതാണ് പ്രതിരോധ സംവിധാനമാണ് S-400. അമേരിക്കൻ വ്യോമസേനയുടെ അഭിമാനമായിട്ടുള്ള F-35 സ്റ്റെൽത്ത് വിമാനം തകരാറ് പറ്റി ഗൾഫിലെ വ്യോമതാവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ അറിഞ്ഞതാണ്. ഇതിനു പിന്നാലെ F-15 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ തന്നെ S-400ന്റെ കരുത്താണെന്നാണ് നിലവിൽ വിശേഷിപ്പിക്കുന്നത്. ഇറാന് ശക്തമായി തിരിച്ചടിക്കാൻ റഷ്യൻ സഹായമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ ശരിവെക്കുന്നു. യുദ്ധം മുറുകിയപ്പോൾ തന്നെ ഇറാനെ സഹായിക്കാൻ റഷ്യ S-400 യൂണിറ്റുകൾ എത്തിച്ചുവെന്നാണ് വിവരം. റഷ്യൻ സൈനികർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുവെന്നും ചില ആരോപണങ്ങളുണ്ട്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വെടിനിർത്തലിനുള്ള നിബന്ധനകൾ ഇറക്കിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ മറുപടിക്ക്, ആ പ്രസ്താവനയ്ക്ക് ശക്തമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നു ഇറാൻ. വെടിനിർത്തൽ നടത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടുകയാണ് വേണ്ടതെന്നാണ് ഇറാൻ പറയുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ ഉപരോധത്തിലും നിലപാട് കടുപ്പിച്ചു തന്നെയാണ് ഇറാൻ നിലകൊള്ളുന്നത്. ഹോർമുസ് കടക്കാൻ വിദേശ കപ്പലുകൾ ഇറാന് ട്രാൻസിറ്റ് ചാർജ് നൽകണമെന്ന് തന്നെയാണ് ഇറാന്റെ തീരുമാനം. മാറ്റമില്ല. തന്ത്രപ്രധാനമായ ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുമെന്നും നിബന്ധനയിലുണ്ട്. ഇറാന്റെ സംഘർഷബാധിത പ്രദേശമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ
വിദേശ കപ്പലുകൾക്ക് ഇറാൻ $2 മില്യൺ, അതായത് 18 കോടിയോളം രൂപ ഈടാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. വെടിനിർത്തൽ കരാറിൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ അറിയിച്ച് ട്രംപ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇറാൻ ഈ പുതിയ നീക്കം നടത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാന് 15 നിർദ്ദേശങ്ങളുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നത്. ആണവ പദ്ധതിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിച്ച്, ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്ത് ഇത്തരത്തിലുള്ള 15 വ്യവസ്ഥകളാണ് വെടിനിർത്തലിന്റെ ഭാഗമായി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ അമേരിക്കയുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ 1 മാസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാന ചർച്ചകൾ നടത്താമെന്ന് ട്രംപും പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ ആവശ്യം അവഗണിച്ചാണ് ഇറാൻ രംഗത്ത് വരുന്നത്. വെടിനിർത്തൽ വേണമെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്നാണ് ഇറാൻ പറയുന്നത്. ചർച്ചകൾക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കാമെന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അടക്കം ട്രംപ് പങ്കുവച്ചിരുന്നു. അമേരിക്ക തയ്യാറാക്കിയ 15 സമാധാന പദ്ധതി പാകിസ്ഥാൻ ഇറാന് കൈമാറി കഴിഞ്ഞുവെന്നും കരുതുന്നു. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്താനുള്ള നിർദ്ദേശം ഇറാൻ സ്വീകരിക്കുമോ എന്നത് കണ്ടറിയണം. ഇസ്രയേൽ അതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളതും മറ്റൊരു വസ്തുത. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ നേരത്തെ തന്നെ ഇറാൻ പരസ്യമായി നിഷേധിച്ചിരുന്നു. ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷവും ഇസ്രയേൽ ടെഹ്റാനിലെ സർക്കാർ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട്. ഇറാനും ഈ ആക്രമണം തുടരുന്നു. ഇതിനിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ചൊവ്വാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. സമാധാനത്തിനുള്ള അവസരങ്ങൾ എല്ലാ കക്ഷികളും പ്രയോജനപ്പെടുത്തണമെന്നും ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം തന്നെ അറിയിച്ചു. ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യവും ഇറാന്റെ ദീർഘകാല സഖ്യകക്ഷിയുമാണ് ചൈന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.